സർ, ഡൽഹി മദ്യനയ കേസ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിനെ CBI കോടതി അദ്ദേഹത്തിന് ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ 26 പേരെ ഈ കേസിൽ നിന്ന് ഈ പറയുന്ന പോലെ കുറ്റവിമുക്തരായതുപോലെയാണ്. സർ, അധികാരവും കഴിഞ്ഞ ഇത് 3ാമത്തെ ടേമാണ് BJP ഭരിക്കുന്നത്. ഈ 3ാമത്തെ ടൈം ഭരിക്കുമ്പോൾ അധികാരവും ഉദ്യോഗസ്ഥരും കയ്യിലുള്ളപ്പോൾ രാഷ്ട്രീയ വിരോധികളെ, ഇപ്പൊ പറയുന്ന പോലെ ഡൽഹി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ BJP ഭരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മധ്യവർഗമാണ് കൂടുതലും ഡൽഹിയിൽ ഉള്ളത്. ആ മധ്യവർഗ കുടുംബം, അങ്ങനെ മധ്യവർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മധ്യവർഗം, അതായത് നമ്മുടെ സമൂഹത്തിൽ മധ്യവർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ള ഈ പറയുന്ന പോലെ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരുവിധം ജീവിച്ചു പോകുന്നവർ എന്ന അർത്ഥത്തിൽ BJP എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മധ്യവർഗത്തിലാണ്. അപ്പൊ എന്റെ സംശയം, ഇപ്പൊ ഫ്രീ ബീസ് കൊടുത്താണ് അദ്ദേഹം കൂടെ നിർത്തിയത്. ആര്? ഈ പറയുന്ന കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെയും അദ്ദേഹത്തെയും വെട്ടി നിർത്തത്തക്ക രീതിയിൽ ഒരു ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ സാറിന് കഴിയുമോ? ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മിയെ BJP ഭയപ്പെട്ടിരുന്നു. പ്രാദേശികമായി ഉയർന്നു വരുന്ന പാർട്ടികളെ എല്ലാം ഖണ്ഡിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബീഹാറിൽ നിതീഷ് കുമാറിനെയും ഇവർ വെട്ടും. ഖണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കാൻ അവസരം കൊടുത്തിട്ടാ. ഇത് പല പത്രങ്ങളും എഴുതുന്നത് കണ്ടാൽ അന്തിമ വാക്ക റോസന് കോടതിയുടെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. നേരെ അപ്പീലുമായിട്ട് CBI പോയി കഥ തുടരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് കേരളത്തിലെ ഈ കൂപമണ്ടുക പത്രങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. എന്ത് വിവരക്കേടാണത്? അന്ന് തന്നെ പോയിരിക്കുകയാണ് അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലേക്ക് CBI. അല്ല, CBI കോടതിയാണ് സാർ ഇത് പറഞ്ഞിരിക്കുന്നത്. CBI കോടതി എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കോടതി ഉണ്ടല്ലോ. ഇത് ആദ്യത്തെ കോടതി, ഇനി വേറെ അതിന് മുകളിൽ കോടതിയുണ്ട്. വിചാരണ കോടതിയല്ലേ? വിചാരണ കോടതി. അതുകൊണ്ട് വിചാരണ കോടതി ഏറ്റവും താഴെ നിൽക്കുന്ന കോടതിയാണത്. അതാദ്യം മനസ്സിലാക്കൂ. ഇനി മുകളിലോട്ട് കോടതികൾ കിടക്കുന്നു, എപ്പക്സ് കോർട്ട് വരെ ഉണ്ട്. ആ കോടതികളിലേക്കൊന്നും പോയിട്ടില്ല. വിചാരണ കോടതി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ വിചാരണ കോടതി എന്ന് പറയുന്ന റോസ് അവന്യൂവിലെ കോടതി എന്ന് പറയുന്നത് അത്ര വലിയ കോടതിയൊന്നും അല്ല. ആദ്യം അത് മനസ്സിലാക്കുക. അവിടെ പോയിരിക്കുന്ന ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കേണ്ട കോടതിയാണ്. അവിടെയാണ് ഈ കോടതി തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന എന്തോ കുറ്റം ഗവൺമെന്റ് ചെയ്തു. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകൾ, കോടതിക്ക് വേണ്ട തെളിവുകളാണ്, സത്യമല്ല. ആ തെളിവുകൾ inconclusive. There is no conclusive proof that Arvind Kejriwal has done any matter of corruption in this present case എന്നുള്ളതാണ് കോടതി പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ആശയാർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഇല്ല, പ്രൂഫ് ഇല്ല എന്ന് തന്നെയാണ്. പ്രൂഫ് വേണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ്റെ റെക്കോർഡ് വേണം. കമ്മ്യൂണിക്കേഷൻ്റെ റെക്കോർഡ് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മൊബൈൽ ഫോൺ വേണം, ലാപ്ടോപ്പ് വേണം. ഇത് മുഴുവൻ 94 ലാപ്ടോപ്പും അത്ര തന്നെ മൊബൈലുകളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ പൊട്ടിച്ച് എടുത്ത് യമുനാ നദിയിൽ ഒഴുക്കി ഈ മനുഷ്യൻ അന്വേഷണം വരുന്നതിന് മുമ്പ്. അത് ജന്മ തപ്പിയെടുത്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കും യമുനാ നദി ഇത്രയും പൊല്യൂട്ടഡായി പോയത്. ഈ മനുഷ്യൻ കാണിച്ച അഴിമതി കൊണ്ട്. അഴിമതി നടന്നിട്ടില്ലെന്ന് പറയുന്നില്ല. ഏതാണ്ട് 4% മദ്യനികുതി 12% ഉയർത്തി. വൻ വിൻഫാൾ ലാഭം എടുക്കാൻ ആബ്കാരികളെ സഹായിച്ചത് ജനങ്ങളെ സഹായിക്കാനാ. അത് 200 കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഈ സംഘം ചേർന്നിട്ട്. പക്ഷേ ഇതെല്ലാം നടത്തിച്ചു കൊടുത്ത് ഈ മനുഷ്യനാണെന്നുള്ളത് ഫോൺ സംഭാഷണത്തിലൂടെയാണ്. ആ ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡുകളാണ് അദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞത്, തെളിവ് നശിപ്പിച്ച് കളഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് ഇയാൾ കണ്ണാടി മാളികൾ നിർമ്മിച്ചല്ലോ അവിടെ സ്വന്തം താമസിക്കാൻ. പാവങ്ങളുടെ ചൂലിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ, തൂപ്പുകാരുടെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ, ദരിദ്രൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ, ഓട്ടോറിക്ഷക്കാരൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങനെ കണ്ണാടി മാളിക അവിടെ നിർമ്മിക്കുന്നു? ഇതിൻ്റെ പണം ഇവിടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നു ഔദ്യോഗിക വസതിയായിട്ട് അവിടെ വെച്ചത്. ആ മുഴുവൻ അഴിമതിയുടെ കഥകളാണ് ഈ കണ്ണാടി മാളികകൾ പറയുന്നത്. ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി 100 കോടി രൂപ ചെലവാക്കിയത്, അവിടെ ഗോവ അങ്ങ് പിടിച്ചടക്കാമെന്ന് വിചാരിച്ചു പോയത്. എന്തേ നടന്നില്ല? അതിൻ്റെ ഫണ്ട് എവിടെ നിന്നായിരുന്നു? ഫണ്ട് ഒരു പിരിവും അവർ നടത്തുക. ഞങ്ങൾ കോർപ്പറേറ്റ്സിൻ്റെ ഫണ്ടൊന്നും പിരിക്കത്തില്ലെന്നാ. BJP പിരിക്കും, അതാണ് അവരുടെ ഫണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് ഫണ്ട് ലഭിച്ചു? ഈ മദ്യ അഴിമതിയിൽ നിന്ന് ലഭിച്ച ഫണ്ടാണ്. അതാണ് കണ്ടെത്തിയത്. സെക്രട്ടറിമാരുടെ ലെവലിൽ, ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ സെക്രട്ടറിമാർ അതിന് ഒപ്പിട്ടതിന് തെളിവുണ്ട്. ഈ സെക്രട്ടറിമാർ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനമെടുക്കുന്ന ബ്യൂറോക്രസി ഭരണമാണോ അവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ ഭരിക്കുന്നത്? ഇത് കണ്ടുപിടിച്ച് അവിടുത്തെ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ഗവർണറാണ് കണ്ടുപിടിച്ചത്. ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്. ഒരു നയം നിങ്ങൾ നടപ്പാക്കണമെങ്കിൽ തീരുമാനിക്കുന്ന സെക്രട്ടറിയാ, ചീഫ് സെക്രട്ടറിയാ തീരുമാനിക്കുന്നത്? ലഫ്റ്റനന്റ് ഗവർണറാ? മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. അവർ രണ്ടുമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സിസോദയും. ഇന്നിപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും പിടിവള്ളി മുറിവും. പിന്നെ എന്തിനാ ഈ കോടതി തന്നെയല്ലേ ജാമ്യം വഹിക്കാതെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയത്? അതെന്തിനായിരുന്നു?
പ്രാഥമികമായ തെളിവുള്ളതുകൊണ്ടാണ്, വൻ അഴിമതി നടന്നുകൊണ്ടാണ്. സർ, ഈ അഴിമതിയിൽ ഇയാൾ എന്തെങ്കിലും പങ്കുവഹിച്ചതായിട്ട് തെളിവില്ലെന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ആ തെളിവ് ഹാജരാക്കി അത് റീസണബിളായിട്ട് വാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കണ്ണാടി മാളിക വെച്ച ഈ കള്ളൻ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ, അയാൾക്ക് വേണമെങ്കിൽ കോടതിയെയും വിലക്കെടുക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു, റോസ് അവന്യൂവിൽ രക്ഷപ്പെട്ടു. ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോഴും. പക്ഷേ ഇനി വേറൊരിടത്തേക്ക് പോയി കഴിയുമ്പോൾ ആ കോടതിയിലും അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല, എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും. അത് സംശയമൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, കോടതി വിലയ്ക്ക് വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കങ്ങനെ പച്ചയ്ക്ക് പറയാൻ പറ്റുമോ? കോടതി ചെറിയ കോടതികളെ വിലക്കെടുക്കാൻ പറ്റും, വലിയ കോടതികളെ വിലക്കെടുക്കാൻ പറ്റുകയില്ല. അതാണല്ലോ പറഞ്ഞത്. നമ്മുടെ പല കേസുകളുടെയും കാര്യം മുൻസിഫ് കോടതിയിലെ കേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, മുൻസിഫ് ജഡ്ജി തെറ്റ് ചെയ്തു, അഴിമതി ചെയ്തു, വെറുതെ വിട്ട ചില കേസുകളിൽ പക്ഷം പിടിച്ചു, ദിലീപിൻ്റെ പക്ഷം പിടിച്ചു എന്ന് പറഞ്ഞാണല്ലോ നമ്മളിവിടെ ആരോപണം നടത്തിക്കൊണ്ടിരുന്നത്. അല്ല, ഇത് എന്തേ മറുവശത്ത് അതുപോലെ ആരോപണം നടത്തിക്കൂടാ? അല്ല, ഇത് കോടതിക്കെതിരെയുള്ളൊരു പരാമർശമായി കണക്കാക്കില്ലേ? ഇപ്പൊ മുൻസിഫ് കോടതിയാണെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ കോടതിക്കെതിരെയുള്ളൊരു പരാമർശമല്ലേ? അതെ, അത് കോടതി അലക്ഷ്യമായിട്ട്. പക്ഷേ ഇത് തന്നെയല്ലേ പറഞ്ഞത്, മുൻസിഫ് കോടതിയും കോടതി തന്നെയാണല്ലോ. ആ കോടതി ദിലീപിൻ്റെ പക്ഷം പിടിച്ച് ജാമ്യം അനുവദിച്ചു, അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിലീപിനെ വെറുതെ വിട്ടപ്പോൾ ഒരു വനിതാ ജഡ്ജി ആയിരുന്നല്ലോ അവിടെ. അതുപോലെ എന്തേ ബി.ജെ.പിക്ക് പറഞ്ഞുകൂടെ? ഇതെവിടെ പോയിട്ടുണ്ട്, ഞങ്ങൾ തോറ്റു എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല, അവർ നേരെ പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു കേസിൻ്റെ കാര്യത്തിൽ കണ്ടല്ലോ, നമ്മുടെ കേരള സ്റ്റോറി ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറിക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കി കൊണ്ടുപോയി സിംഗിൾ ബെഞ്ച് അതിനെ എന്ത് ചെയ്തു? സ്റ്റേ ചെയ്തില്ലേ? ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു? കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ സ്റ്റേ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ കോടതികൾക്കും ഇങ്ങനെയുള്ള രീതിയിൽ തെറ്റുകൾ പറ്റുക. അങ്ങനെ ഒരു തെറ്റാണിത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒന്നും കൂടി പറയാം. ഗുജറാത്ത് കലാപത്തിൻ്റെ ഉത്തരവാദി മോദിയാണ്, നരഹത്യയാണ് നടത്തിയത്. ഇദ്ദേഹം നരഹത്യ നടത്തിയെന്നാണല്ലോ സോണിയാഗാന്ധിയൊക്കെ പറഞ്ഞത്. ടെസ്റ്റാ സിത്തൽവാദ്, ലോകം മുഴുവൻ കടന്ന് ആ മോദിയെ കൊലപാതകം എന്ന് ചിത്രീകരിച്ച് അമേരിക്കൻ വിസ പോലും നിഷേധിച്ചതാണല്ലോ. എന്നിട്ട് എന്തേ കോടതി അവസാനം പറഞ്ഞത്? ഈ മനുഷ്യൻ മുഖ്യമന്ത്രിയായിരുന്നു എന്നല്ല, ഒരു പങ്കുമില്ലെന്നല്ലേ പറഞ്ഞത്. എന്തേ അപ്പം നരേന്ദ്രമോദിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ചെയ്തതല്ലേ? ഇവരെല്ലാം കൂടെ കൂടിക്കൊണ്ട് ചെയ്തതല്ലേ കേസുണ്ടാക്കിയത്? അതുപോലെ തന്നെ ലീബർഹാൻ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയല്ലോ. ഏതിന്? ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതിന് എന്തെല്ലാം പറഞ്ഞു? പള്ളി പൊളിച്ചത് അദ്വാനിയാണ് എന്നും പറഞ്ഞ് എന്തെല്ലാം ആരോപണം. എവിടെ അദ്വാനിയുടെ തെളിവ്? അങ്ങനെ ഒരുപാട് കേസുകളിൽ അവസാനത്തെ കോടതി വരെ വെറുതെ വിട്ടിട്ടുണ്ട് നരേന്ദ്രമോദിയെ, അതുപോലെ അമിത്ഷായെ, അതുപോലെ തന്നെ LK അദ്വാനിയെയും. ഉണ്ടായില്ലേ അവസാനത്തെ കോടതി? ഇതിപ്പോൾ ആദ്യത്തെ കോടതി ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്തോ നിരപരാധി, എന്നിട്ട് വീണാ ജോർജിനെ പോലെ ഒരു കള്ളക്കരച്ചിലോടോ എന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ. ഈ അഭിനയം കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. ആ ഗവൺമെൻറ് തെറ്റ് ചെയ്തു. മദ്യത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അഴിമതിയുണ്ട്. ഞാൻ പറയുന്ന കേരള ഗവൺമെൻറ് അഴിമതി നടത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ മാറുകളുടെ സമയം ദീർഘിപ്പിച്ചത് വലിയൊരു അഴിമതിയാണ്. അതിന് ഓരോ ബാർ ഉടമയോടും വാങ്ങിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. ഈ 15 ലക്ഷം രൂപ അഴിമതിയാണ്. മദ്യമുണ്ടോ അവിടെ അഴിമതിയുണ്ട്, എവിടെ മദ്യമുണ്ടോ അവിടെ അഴിമതിയുണ്ട്, എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന പോലെ ആ മദ്യത്തിൽ തൊട്ട് അതിൽ നിന്ന് അവർക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടാക്കുകയാണ്. CPM മാത്രമല്ല, ഇടതുമുന്നണിയെ കക്ഷികളെല്ലാം കൂടെ അത് ഷെയർ ചെയ്യുകയാണ്. അത് ഒരു പിണറായി വിജയന്റെ ഒരു തന്ത്രമാണ്. UDF-നും കിട്ടും, BJP-ക്കും കിട്ടും. അല്ല, ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനാണല്ലോ നയം ഉണ്ടാക്കാൻ, അല്ല പ്രതിപക്ഷമല്ലല്ലോ നയം ഉണ്ടാക്കും. പ്രതിപക്ഷത്തിനും അത് കിട്ടാതിരിക്കില്ലല്ലോ, പങ്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതിന്റെ പങ്ക് എങ്ങനെ കിട്ടും? പ്രതിപക്ഷം അടുത്ത തവണ വരുമ്പോ അതെ അങ്ങനെ. ഏതായാലും സാർ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പൊ സാർ പറയുന്ന തെളിവുകൾ ബോധപൂർവം നശിപ്പിച്ചു എന്നുള്ളത് തന്നെ ഈ ദിലീപിന്റെ കാര്യത്തിൽ അത് തന്നെ പറയുന്നത് കേട്ടോ. അത് പക്ഷേ ദിലീപിന്റെ കാര്യത്തില് നമുക്കത് സാക്ഷികളെ മാറ്റി കൊണ്ടുപോയില്ലല്ലോ, തെളിവെടുക്കാൻ പോലും നേരെ കൊണ്ടുപോയില്ല എന്നല്ലേ പറയാം. കോടതികൾക്ക് അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട് അധികപ്രദാസ്, അത് നമ്മൾ സമ്മതിക്കണം. അവർക്ക് സത്യം തെളിവെടുക്കാൻ ഈ ബിജു തെളിവ് വേണം. തെളിവെടുക്കാൻ കൊണ്ടുപോയില്ല. ബിജു പൗലോസ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ പറഞ്ഞുവെങ്കിൽ തെളിവെടുക്കാൻ കൊണ്ടുപോയില്ല എന്നാണ് ഇവിടെ കോടതി തെളിയിച്ചിരിക്കുന്നത്. അത് ഈ രാമപിള്ളയുടെ വക്കീലന്മാർ തെളിയിച്ചിരിക്കുന്നത് തെളിവെടുക്കാൻ കൊണ്ടുപോയത് പോലും ഇല്ല എന്ന് പറയുന്ന പോലീസ്. സാർ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇതിന്റെ സംഗ്രഹത്തിലേക്ക് വരുമ്പോൾ സാർ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഈ ഗൂഢാലോചനയെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്നതും അദ്ദേഹം തെളിവുകൾ നശിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കോടതി ആയതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. തെളിവുകൾ തേടി കേന്ദ്രം പോകുമെന്ന് തന്നെയാണ്. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. അവിടെ കേരളത്തിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ED ഉപയോഗിച്ചൊക്കെ ഒരുപാട് വേട്ട ഇവിടെ നടക്കുന്നുണ്ട്. അതെ, അതാണ് ഈ കേസെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം പോലെ ആവുന്നുണ്ട് പലപ്പോഴും. ന്യായം, നീതി, സത്യം, ഇതൊക്കെ പലപ്പോഴും പരിമിതികളുണ്ട്. ഓരോരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുണ്ട്.
അതുകൊണ്ട് പലതും സംഭവിക്കാറുണ്ട്. ഇപ്പം എന്തായാലും ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കിനി ഹൈക്കോടതി എന്ത് പറയും, അടുത്ത കോടതി എന്ത് പറയും, ഇനിയിപ്പോ അടുത്ത ഡൽഹി ഹൈക്കോടതി ആയിരിക്കും അത് വരുന്നത്, ആ കോടതി എന്ത് പറയും എന്നുള്ളത് കീഴ്ക്കോടതി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ആ ഒരു സംവിധാനമുള്ളതല്ല. ഞാൻ ഈ ഒരു കോടതിക്ക് തെറ്റ് പറ്റിയാലും അടുത്ത കോടതി അതിനെ തിരുത്തും. അതിനെ സർ അല്ല, തിരുത്താൻ ഞാൻ കോടതി മൊത്തത്തിൽ മൂലാധാരമായിട്ട് ഈ പറയുന്ന പോലെ തുടക്കത്തിൽ തന്നെ തെളിവില്ല എന്ന് പറഞ്ഞൊരു തള്ളുമ്പോ പിന്നെ അതിന്മേൽ അല്ല, പ്രൈമറി എവിഡൻസ് ആണ് നമുക്കില്ലാത്തത്. അദ്ദേഹം സംസാരിച്ചതിന്റെ പ്രൈമറി എവിഡൻസ്. പക്ഷെ ഒരു വിശദമായിട്ട് വിലയിരുത്തുമ്പോൾ, ഒരു കോടതി വിലയിരുത്തുമ്പോൾ ഈ നയം, ഇറ്റ് ഈസ് എ പോളിസി. Policy cannot be dictated by the bureaucrats nor by the bar lords. അതാണ് അതിൻ്റെ സത്യം. പോളിസിയാണ്. ഈ പോളിസി എവിടെ നിന്നാണ് വരണത് എന്നുള്ള ഒരു സാഹചര്യ സത്യം അപ്പോഴും പ്രൈമറി എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം, അക്കൗണ്ടബിലിറ്റി ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ ദി ചീഫ് മിനിസ്റ്റർ. അതാണ് അതിൻ്റെ പ്രശ്നം. ആൻഡ് ദി കൺസേൺഡ് മിനിസ്റ്റർ. അങ്ങനെ വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളും അതുപോലെ സിസോദിയും കുറ്റക്കാരായിട്ട് വരും. ഗവൺമെൻറ് എന്ന് പറഞ്ഞ എങ്ങനെ വിശാലമായിട്ടൊരു ബെഞ്ചിൻ്റെ വിശാലമായ മനസ്സോടു കൂടിയുള്ള ഒരു വിധിയിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ടോ 100% ഉറപ്പാണ്. അഴിമതിയുടെ ഉത്തരവാദിത്വത്തിനുള്ള തെളിവുകളാണ് നമുക്കില്ലാത്ത, സാങ്കേതികമാണ് കാര്യങ്ങൾ. അത് തന്നെയാണ് BJPയും പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമതൊരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ അന്വേഷണം കൊണ്ട് തെളിവുകൾ, നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുകയല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ. അല്ല, വിശദമായിട്ട് അല്ല, വക്കീൽ ഈ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അയ്യപ്പദാസ് പറയുന്ന പോലെ അല്ല, വേറൊരാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന പോലെ വക്കീൽ ഈ കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞാൽ അത് കോടതിയെ കൺവിൻസിങ് ആണെങ്കിൽ ഇദ്ദേഹം വീണ്ടും ജയിലിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്ക് നോക്കാം സാർ. നോക്കാം, കാണാം. പറയുന്നത് പോലെ കാണാം.